എല്ലാവർക്കും യുവമേരി ടോക്സിലേക്ക് സ്വാഗതം. 1 സാമുവേൽ 17:45. ഈ തിരുവചനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു നിമിഷം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ഈ വചനം പറയുമ്പോൾ അവിടെ തന്നെ ആത്മാവിൽ അഭിഷേകം ചെയ്ത് ഈ വചനം ശ്രമിക്കുന്ന എല്ലാവരെയും ആത്മാവിൽ നിറയ്ക്കുവാനും അനുഗ്രഹിക്കുവാനും അവിടുന്ന് ഇടവരുത്തണമേ. 1 സാമുവേൽ 17:45. കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു: ദാവീദ് പ്രതികരിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്, ദാവീദ് യേശുവിൽ ആഴമായി വിശ്വസിച്ചതുപോലെ യേശുവിൽ വിശ്വസിച്ച് യേശു നാമത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു, ആട്ടിടയ ബാലനായിരുന്നു. ഫിലിസ്തീനായ മല്ലനായ ഗോലിയാത്തും ഫിലിസ്തീനും കൂടെ വന്ന് യുദ്ധം ചെയ്യാനായിട്ട് സാവൂൾ രാജാവായിരിക്കുന്ന കാലത്ത് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ഫിലിസ്തീൻ ഈ അതികായകനായ ഗോലിയാത്തിന്റെ മല്ല് കാരണം എങ്ങനെ ഈ യുദ്ധത്തിൽ വിജയിക്കുമെന്നോർത്ത് സാവൂൾ രാജാവും ഇസ്രായേലും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആട് മേയ്ക്കാനായിട്ട് ദാവീദ് അതുവഴി വന്നത്. അപ്പൊ ദാവീദ് അന്വേഷിച്ച് ഇവിടെ എന്താണ് നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു, മല്ലനായ ഗോലിയാത്തും അവരുടെ ഫിലിസ്തീൻ എല്ലാവരും കൂടെ യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ യുദ്ധം വിജയിക്കാൻ ആര് സഹായിക്കുന്നോ അവരെ അതിസമ്പന്നനാക്കുന്നു. അപ്പൊ ദാവീദ് അത് കേട്ടിട്ട് യുദ്ധത്തിന് തയ്യാറായി. ദാവീദിനെ സാവൂൾ രാജാവ് പടച്ചട്ടേക്ക് അണിയിച്ചു വിട്ടു. അപ്പോൾ അത് ഇട്ടിട്ട് ദാവീദിന് കൊച്ചുകുട്ടിയല്ലേ, അപ്പൊ അവനത് വഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവനതൊക്കെ ഓടിക്കളഞ്ഞ് ഒരു സഞ്ചിയില് കല്ലുമായി ഓടിച്ചെന്ന് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നു. ഗോലിയാത്തും ഫിലിസ്തീനും കൂടെ യുദ്ധത്തിന് അടുക്കുന്ന കണ്ടപ്പോഴത്തേനും ദാവീദ് ഓടിച്ചെന്ന് മുമ്പിൽ നിന്നു. അങ്ങനെ മുമ്പിൽ നിന്നിട്ട് ദാവീദ് വേഗം, അപ്പോൾ ഗോലിയാത്ത് പരിഹസിച്ചു, ഈ ബാലനാണോ എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നതെന്ന്. അപ്പോൾ ദാവീദ് പറഞ്ഞു, ദൈവമായ കർത്താവാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നിന്നെ ഇന്ന് ഞാൻ വീഴ്ത്തും, നിന്റെ തല ഞാൻ വെട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് ഗോലിയാത്തിന്റെ നെറ്റിക്കിട്ട് എറിഞ്ഞു. ആ നെറ്റിക്കിട്ടുകൊണ്ട ഗോലിയാത്ത് താഴെ വീണു. ദാവീദ് വേഗം ഓടിച്ചെന്ന് ഗോലിയാത്തിന്റെ മേത്ത് കയറി നിന്ന് അവന്റെ കയ്യിലിരുന്ന വാള് ഊരി അവന്റെ തല വെട്ടി അവനെ കൊന്നു. അങ്ങനെ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെയും സാവൂൾ രാജാവിനെയും ഈ ആട്ടിടയ ബാലനായ ദാവീദ് രക്ഷിച്ചു. ഇതാണ് ഇന്ന് ഈശോ വന്ന വചനം. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ ഈശോയിൽ ആഴമായി വിശ്വസിക്കുകയും എല്ലാ ദുഷ്ടതയുടെയും ദുഷ്ടന്മാരുടെയും പൈശാചിക പീഡകളുടെയും പാപത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുനാമത്തിൽ ആഴമായി വിശ്വസിക്കാം. ഏത് നിമിഷം യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നമുക്ക് യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഫിലിസ്തീനരുടെയും ഗോലിയാത്തിന്റെയും കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതുപോലെ യേശുനാമത്തിന്റെ ശക്തിയാലെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും രക്ഷിക്കണമേ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, പിതാവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുനാമം മഹത്വപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന.